പെരുമ്പാവൂരിലൂടെ അടുത്ത കാലത്തെങ്ങാനും യാത്ര ചെയ്തിട്ടുണ്ടോ? അതിലെ നഗര വീഥികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ? ബസ്സുകളുടെ ബോർഡുകൾ മുതൽ കടകളുടെ പേരുകൾ വരെ ഹിന്ദിയിൽ. കടന്നു പോകുന്നവരിലേറെയും അന്യസംസ്ഥാന തൊഴിലാളികൾ. ഹോട്ടലുകളിലെയും മൊബൈൽ ഷോപ്പുകളിലെയും ജോലിക്കാരായി ഉള്ളത് ഹിന്ദി സംസാരിക്കുന്നത്. പറമ്പിലെ ജോലികൾക്കും കെട്ടിട നിർമ്മാണത്തിനും അന്യസംസ്ഥാന തൊഴിലാളികൾ. മുടിവെട്ടുവാൻ ബ്യൂട്ടി പാർലറിലോ ഭക്ഷണം കഴിക്കുവാൻ ഹോട്ടലിലോ കയറുമ്പോഴും അവിടെയും അവർ തന്നെ. ഇവിടെയുള്ള മലയാളികൾ എവിടെ പോയി എന്നല്ല, ഇത് കേരളമല്ലേ എന്നൊരു സംശയം കൂടി മനസ്സിലുണ്ടാക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ. അതെ, പെരുമ്പാവൂർ പഴയ പെരുമ്പാവൂരേ അല്ല. ഇത് പെരുമ്പാവൂരിൽ മാത്രം കാണുന്ന സ്ഥിതിവിശേഷവുമല്ല, കേരളത്തിന്റെ പൊതു അവസ്ഥയാണ്. ഇത് സംശയമൊന്നുമല്ല. അതായത് പെരുമ്പാവൂർ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ന് പറയുന്നത് നേരിടേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശകരമായ സാഹചര്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പെരുമ്പാവൂർ ജിഷ എന്ന് പറയുന്ന സഹോദരി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെയുള്ള സംഭവങ്ങൾ മിക്കവാറും ആവർത്തിക്കാനുള്ള ചാൻസുകളും കൂടുതലാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം പെരുമ്പാവൂരിനെ പോലെ ഒരു നിയമവും അനുസരിക്കാത്ത, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വൃത്തിഹീനമായ, പിന്നെന്ന് പറഞ്ഞാൽ ചുവന്ന തെരുവിനെക്കാട്ടി ഒക്കെ നാണിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് പെണ്ണായാലും ലഹരി ആയാലും വെള്ളമായാലും മദ്യമായാലും എന്തേനെ വേണമെങ്കിലും പെരുമ്പാവൂരിൽ ഇപ്പോൾ ഇതുണ്ട് എന്നാണ്. അതായത് ഇതൊന്നും ആരും ശ്രദ്ധിക്കാനോ, അല്ലെങ്കിൽ അവിടെയുള്ള വാടകയ്ക്ക് കൊടുക്കുന്ന ആൾക്കാർക്ക് വരെ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടിയാൽ മതി. അവിടെയുള്ള പെരുമ്പാവൂരിലുള്ള ആൾക്കാരുടെ കയ്യിലുള്ള കെട്ടിടങ്ങളിലാണ് ഇവരൊക്കെ താമസിക്കുന്നതെങ്കിലും ഇവർക്ക് പൈസ കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർക്ക് ആയിക്കഴിഞ്ഞാലും അവർക്ക് അത് മാത്രമേ വേണ്ടൂ. അല്ലാതെ അവർക്ക് ഇവരെന്താണ് ചെയ്യുന്നത്, അല്ലെ ആരൊക്കെയാണ് ഇവർക്ക് വല്ല അഡ്രസ്സും ഉണ്ടോ, അല്ലെങ്കിൽ ഇവർക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ, ഇവർക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ, ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും 4 ഷീറ്റും അടിച്ചിട്ട് ഒരു ഇതുമാക്കി, ഒരു വീട് എന്ന് പറയുന്ന ഇതുമാക്കിയിട്ട് അങ്ങ് കൊടുക്കുകയാണ്. അവിടെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണിഭങ്ങളും മറ്റേതും തന്നെയാണ് നടത്തുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പെരുമ്പാവൂരിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നാണിച്ചു പോകും. അമ്മാതിരിയുള്ള കാര്യങ്ങളാണ് പട്ട പകല് പോലും നടക്കുന്നത്. അതായത് പരസ്യമായിട്ട് എന്ന് പറയുന്നത് ലഹരി ആയിക്കഴിഞ്ഞാലും പരസ്യമായിട്ട് മറ്റേതായി കഴിഞ്ഞാലും ഇനി എന്ത് വേണമെങ്കിലും കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് പെരുമ്പാവൂർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവിടെ ഒരു കൊലപാതകം കൂടി നടന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് പെരുമ്പാവൂരിൽ നിന്ന് ഒരു ആൾക്കൂട്ട കൊലപാതകം. നമുക്ക് ആ ഒരു ന്യൂസും കൂടി കണ്ടിട്ട് വരാം. പെരുമ്പാവൂരിൽ മോഷണക്കുറ്റം ആരോപിച്ച് യുവാവിനെ തല്ലിക്കൊന്നു. ഇതര സംസ്ഥാനക്കാരനെയാണ് അടിച്ചു കൊന്നത്. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ താമസ സ്ഥലത്ത് കടന്ന് മൊബൈൽ മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. സംഭവത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി. ബിനിൽ വിവരങ്ങൾ. ബിനിൽ, ഞെട്ടിക്കുന്ന ഒരു സംഭവമാണല്ലോ. ആരാണ് കൊല്ലപ്പെട്ടത്? വിവരങ്ങൾ. രതീഷ, വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതായത് മോഷണ കുറ്റം ആരോപിച്ചിട്ട് ഒരു യുവാവിനെ തല്ലിക്കൊന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്രമാത്രം ഗുരുതരമായ ഒരു അവസ്ഥയിലേക്കാണ് പെരുമ്പാവൂർ പോകുന്നത്. പെരുമ്പാവൂരിലെ ജനങ്ങൾ എങ്ങനെയാണ് അവിടെ ജീവിക്കുക? അവിടെയുള്ള മലയാളികൾ എങ്ങനെ ജീവിക്കും? അവിടെ ഇനിയും അനർത്ഥ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും അവിടെ വന്ന് ഇറങ്ങുന്നത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരന്മാരായിരിക്കും, കൊടും ക്രിമിനലുകളായിരിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കക്കള്ളിയില്ലാതെ അവിടുന്ന് ഒളിച്ചോടി വന്നതായിരിക്കും. ഇങ്ങനെയുള്ള ക്രൂരന്മാർ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നടിയുന്ന ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ. പെരുമ്പാവൂറുകാർ സൂക്ഷിച്ചോ, എനിക്ക് അതേ പറയാനുള്ളൂ. പെരുമ്പാവൂറുകാർ ഇനി നല്ല രീതിയിൽ വെള്ളം കുടിക്കേണ്ടി വരും. പിന്നെ വേറൊരു കാര്യമുണ്ട്, പെരുമ്പാവൂരിലൊന്നും പോയി കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും ഒരു ഡിമാൻഡും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇവറ്റകളെ കൊണ്ടുവന്ന് പറഞ്ഞാൽ പെരുമ്പാവൂരിലുള്ള ആൾക്കാരൊക്കെ താമസം മാറാൻ വേണ്ടി നോക്കുകയെന്ന്. അത്രത്തോളം ഗുരുതരമായ കാര്യം തന്നെയാണ്. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാലും അന്യസംസ്ഥാന അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രേഖകളുണ്ടോ എന്ന് ചോദിച്ചാൽ അതുപോലും അറിയാത്ത, പിന്നെ ഇവരൊക്കെ എവിടെയാ താമസിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലും അറിയാത്ത, പിന്നെ ഇതുപോലെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇതൊരു ചർച്ചയ്ക്ക് എടുക്കുന്നത്. പലപ്പോഴും എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് വരെ എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂർ ടൗണിലിട്ടിട്ട് അടിയും പിടിയും, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിന് വേണ്ടിയും ലഹരിക്ക് വേണ്ടിയും, അതുപോലെ തന്നെ പെരുമ്പാവൂരിലൂടെ ഒരാൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷവും കൂടിയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പെരുമ്പാവൂർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിചാരിക്കും, എൻ്റെ ഭഗവാനെ, നമ്മൾ ഏതെങ്കിലും ഹിന്ദി നാട്ടിലെത്തിയതുപോലെയാണോ എന്ന്. എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞല്ലോ, ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആൾക്കാർ പോകുന്നതെങ്കിലും പെരുമ്പാവൂർ എന്ന് പറയുന്നത് ഒരു കുപ്രസിദ്ധി നേടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തിനും മലയാളികളായി കഴിഞ്ഞാലും മലയാളികളായ ചില ചെറ്റകൾ പോയി കഴിഞ്ഞാലും പെരുമ്പാവൂരിൽ പോയിട്ടാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും സാധിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മറ്റേ രോഗം ഉണ്ടല്ലോ, ആ രോഗം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചിട്ടാണ്. മറ്റേ രോഗം, ലഹരിയുടെ ഉപയോഗവും അതുപോലെ തന്നെ മറ്റേ പരിപാടികളും ഇതെല്ലാം കൊണ്ടെന്ന് പറഞ്ഞാൽ പെരുമ്പാവൂർ ഒരു രോഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഏതായാലും അവിടുത്തെ
ലഹരിയെ പറ്റിയിട്ട് ഒരു ന്യൂസ് വന്നിരുന്നു ഒരു മാസം മുമ്പ്, അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. വ്യാപകമായ പരാതികൾക്കൊടുവിൽ പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ നടത്തുന്ന ലഹരി കച്ചവടത്തിന് പൂട്ടിടാനൊരുങ്ങി പോലീസ്. പരിശോധന ശക്തമാക്കുമെന്നും ആരും നിയമം കയ്യിലെടുക്കരുതെന്നും റൂറൽ എസ്.പി. കെ സുദർശനൻ ആവശ്യപ്പെട്ടു. ജനകീയ സമിതിയെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുള്ള യോഗത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്തു. അവിടുത്തെ ജനകീയ സമിതി തന്നെയാണ് ഇവറ്റകൾക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്, അതുപോലെ തന്നെ മറ്റു പലതും ചെയ്തു കൊടുക്കുന്നത് അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് ഇവറ്റകൾക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്, അതുപോലെ മറ്റു പലതും ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തന്നെയാണ്. ആ ജനങ്ങളാണ് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർമ്മസമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ആദ്യം നന്നാകേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. അതായത് കുറച്ച് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ 4 ഷെഡും അടിച്ചു കൊടുത്ത് കുറേ എണ്ണത്തിന് ഇതുപോലെ താമസിപ്പിക്കുമ്പോഴേ അവിടെ ഇവന്മാർ എവിടുന്ന് വരുന്നതാണ്, എന്താണ് ഇവർ വരാനുള്ള കാരണം, അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കേണ്ടത് കടമയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ എത്ര പേരെ വേണമെങ്കിലും താമസിപ്പിക്കുന്ന ചില നാട്ടുകാർ തന്നെ എവിടെയുണ്ട്. ഈ നാട്ടുകാർ തന്നെയാണ് പെരുമ്പാവൂരിനെ ഇങ്ങനെ ആക്കിയത്. പൈസ കാർത്തി മൂത്ത ചില ആൾക്കാർ അവര് തന്നെയാണ് പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഇങ്ങനെ ആക്കിയത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൈസ വാരാം എന്ന് പറഞ്ഞ് കുറെ മരമില്ലുകളുണ്ട്. ഈ മരമില്ലിന്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ കുറെ ആൾക്കാർ മരമില്ലിന്റെ പേര് പറഞ്ഞിട്ടും അവിടെ വന്ന് താമസിക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മറവിൽ ലഹരി കച്ചവടങ്ങൾ, പിന്നെ എന്ന് പറയാൻ മറ്റുള്ള കച്ചവടങ്ങൾ, സകലതും ഇവന്മാരെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാതെ സാധനങ്ങളില്ല. ഇതാരീ കുറ്റം പറയാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ പെരുമ്പാവൂരിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കളെ അതൊരു ലോകം വേറെ തന്നെയാണ്. ആ ലോകത്ത് നിങ്ങൾ ആരും ഒറ്റയ്ക്ക് നടന്നേക്കല്ലേ, ഉള്ള കാര്യം ഞാൻ പറയാം. അവിടെ നടക്കരുത്, ഒറ്റയ്ക്കൊന്നും നടക്കരുത് കേട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയൊരു അനുഭവം വെച്ച് പറയുന്നതാണ്. 7 മണി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ നോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞാൽ കുടുംബമായിട്ട് പോയ എനിക്ക് വരെ ഭയം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് വേറെയും വാർത്തകളുണ്ട്. വാർത്തകൾ ഇങ്ങനെ ഒരു പഞ്ഞവും ഇല്ല, ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം കാരണക്കാർ ഞാൻ പറയുന്നത് നാട്ടുകാർ തന്നെയാണ്. എറണാകുളം റൂറൽ എസ്.പി. ജനകീയ സമിതി പ്രവർത്തകരും യോഗത്തിനെത്തി. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഭായി കോളനിയിൽ പട്രോളിംഗ് ശക്തമാക്കാനാണ് യോഗത്തിലെ തീരുമാനം. പട്രോളിംഗിന് ജനകീയ മുന്നണിയുടെ സഹായം ആവശ്യമെങ്കിൽ തേടാനും ധാരണയായി. ലഹരിക്കെതിരെ ജനങ്ങളുടെ കൂട്ടായ്മകൾ നല്ലതാണെങ്കിലും അത് നിയമം കയ്യിലെടുത്തുകൊണ്ടാകരുതെന്ന് എസ്.പി. പറഞ്ഞു. അതായത് അവിടെ ലഹരി കച്ചവടക്കാർക്കെതിരെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഒരു കർമ്മസമിതി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇതൊക്കെ മുളയിലേ നുള്ളിക്കളയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടുകാരാണോ, എന്ത് പറയാനാണ്? അവരല്ലേ ഈ ഈറ്റുകൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കാനുള്ളത് എല്ലാം കൊടുക്കുന്നത്. അതുകൊണ്ടല്ലേ യുവമാർ അവിടെ കിടന്നിട്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല എവിടെന്നെങ്കിലും എന്തെങ്കിലും ചെയ്തു വന്നിട്ട് അവിടെ എവിടെയെങ്കിലും കൂടിക്കഴിഞ്ഞാൽ ഇവരെ ആരും അറിയത്തില്ല. ഏതെല്ലാം വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നുണ്ട് എന്ന് പോലും അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വലിയ കലാപം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വേറെ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും പറയുന്നതല്ല. പക്ഷെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇന്നിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവറ്റകളിൽ ഒരുത്തൻ തന്നെയാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നാളെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നേർക്കും വരാം. അതുപോലെ ബായി കോളനി എന്ന് പറയുന്ന കോളനി വരെ പെരുമ്പാവൂരുണ്ട് പോലും. അവിടേക്കൊന്നും ആൾക്കാർക്കോ ആർക്കും പ്രവേശനമില്ല, ഭയമാണെന്നാണ് പറയുന്നത്. ബായി കോളനിയിലേക്ക് ഒരാൾ പോലും എത്തി നോക്കത്തില്ല. ബായി കോളനിയിലേക്ക് പോകാൻ തന്നെ ഭയപ്പെടുകയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോഴെനിക്ക് നമ്മുടെ നാട്ടുകാരോടാണ് പുച്ഛം തോന്നുന്നത്. കേവലം കുറച്ച് പൈസക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഇവറ്റകൾ നാട്ടുകാർ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്. വേറെ ആരാണ് ഇവർക്ക് സഹായം ചെയ്യുന്നത്? വേറെ ആരുമല്ല. ഈ ബായി കോളനി ഉണ്ടാക്കാൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരല്ലേ, അല്ലാതെ അവരവിടെ വന്ന് സ്ഥലം വാങ്ങിച്ചൊന്നും അല്ലല്ലോ. നമ്മുടെ നാട്ടിലുള്ള തൊഴിലാളികൾ, അതായത് തൊഴിലാളികൾ പണിയെടുക്കാതുകൊണ്ട് പുറത്തു വന്ന ആൾക്കാർ വന്ന് അവരിവിടെ എന്ന് പറഞ്ഞാൽ നല്ല ജീവിതമൊക്കെ ആണെങ്കിലും ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരിന്റെ പിടിയിലും പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മറ പറ്റിയിട്ടെന്ന് പറഞ്ഞാൽ ചിലവന്മാരെന്ന് പറഞ്ഞാൽ മറ്റേ ബിസിനസ്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇന്നിപ്പോഴും നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ആപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതായത് ഇനിയിപ്പോഴും എന്ന് പറയുന്നത് വേറെ എവിടെയും പോണ്ട. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വിദേശത്തൊക്കെ കേൾക്കുന്ന ചില രോഗങ്ങൾ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്നാ ബംഗ്ലാദേശ്, ബട്ട് ഇവിടെ ഉണ്ടല്ലോ നമ്മളെ എന്നാ കൽക്കത്ത അങ്ങോലെ പശ്ചിമ ബംഗാളിലും കേൾക്കുന്ന ചില രോഗങ്ങൾ, എല്ലാ സ്ഥലത്തും ഉണ്ട് ആ രോഗികൾ. അങ്ങനെയുള്ള ചില രോഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ള കാര്യം എന്താ പറയുന്നതിന് എല്ലാം നമ്മളിനി സ്വാഗതം ചെയ്യേണ്ടി വരുന്നു എന്നുള്ള അവസ്ഥയിലേക്കാണ്. പകല് പോലും നമുക്കിനി പെരുമ്പാവൂരിലേക്ക് നടക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണ് അടി വരുന്നത് പറയാൻ പറ്റൂല. അതായത് ഇത്രയും വൃത്തികെട്ട ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുംബൈ പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ നന്നാകുമ്പോഴും നമ്മളിങ്ങനെ പുറകിലോട്ട് പോവുകയാണ്.
ഇവിടെ എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അതിഥി തൊഴിലാളികളാണല്ലേ മറ്റേവനാണ് എന്നുള്ള ഒരു ഇതും ചാർത്തി കൊടുത്ത് ഒന്നും പറയരുത്, ഒന്നും ചെയ്യരുത്, എല്ലാവരും മിണ്ടാതിരുന്ന് കേട്ടോളാം, മിണ്ടാതിരുന്ന് അനുസരിച്ചോളാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അതായത് അവിടെ ഒരുത്തൻ ഇന്ന് പട്ടിയെ തല്ലുന്നത് പോലെ എന്ന് പറഞ്ഞാൽ തല്ലിക്കൊന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിനൊരു മാറ്റം വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ബായി കോളനി അല്ലെ ഏത് ലോകത്തുള്ള കോളനിയായാലും ശരി, എട്ടിച്ച നേരത്തെ കല്യാണം നടന്ന്. നന്ദി, നമസ്കാരം. അവരൊരു ബായി കോളനിയും കൂടെ വന്നിരിക്കുന്നത്. ബൈ ബൈ.